ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ വന്നിരിക്കുന്നത് മറയൂർ കാന്തല്ലൂർ ട്രാവൽ വ്ലോഗിൻ്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ പാർട്ടൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഇത് നമ്മൾ ഇരിച്ചിപ്പാറ വാട്ടർഫോളിൽ നിന്ന് നമ്മളവിടെ നിന്ന് സ്ട്രോബെറി തോട്ടവും തേൻപാറ കാണാനായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് പോകുന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹ്യപർവ്വത നിലകളിലൂടെ ഈ മനോഹര കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ദൂരെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി നമുക്ക് ചെറുതായിട്ട് കോട അടിച്ചിറങ്ങുന്നത് കാണാൻ പറ്റും. കാന്തല്ലൂരെ പറ്റി പറയുകയാണെങ്കിൽ കാന്തല്ലൂർ എന്ന് പറഞ്ഞത് മറയൂർ എന്ന് പറഞ്ഞ വില്ലേജിലായിട്ടാണ് വരുന്നത്. മൂന്നാർ കഴിഞ്ഞിട്ടാണ് കാന്തല്ലൂർ പോകാൻ പറ്റുന്നത്. മറയൂർ കഴിഞ്ഞിട്ടാണ് കാന്തല്ലൂർ വരുന്നത്. കാന്തല്ലൂർ ചെറിയൊരു ഗ്രാമമാണ്. കാന്തല്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ കാന്തല്ലൂർ കേരളത്തിലെ ആപ്പിൾ പൂക്കുന്നൊരു സ്ഥലമാണ്. ഇവിടെ കൃഷിയും ടൂറിസമാണ് ഇവരുടെ പ്രധാന വരുമാന സ്രോതസ്സ്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി സംസാരിച്ചാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അത് വീണ്ടും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. മനോഹരമായ കാഴ്ചകളുടെ സമൃദ്ധമാണ് നമ്മുടെ ഈ കാന്തല്ലൂർ. ഈ കാണുന്നത് കാന്തല്ലൂരൊരു റിസോർട്ടാണ്. ഈ റിസോർട്ടിൽ ആരെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങായിട്ട് ചെറിയ ചെറിയ തട്ടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്നതാണ് തേൻപാറ. അവിടെ നമ്മൾ ഇപ്പോൾ കറങ്ങി അവിടെ ചെല്ലുന്നുണ്ട്. ആ വീഡിയോ വഴിയെ കാണിച്ചു തരാം. ഈ കാണുന്ന ജീപ്പുകളൊക്കെ തേൻപാറയിലേക്ക് കാണാൻ വേണ്ടി പോയപ്പോൾ നിർത്തിയാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ തേൻപാറയിലോട്ട് ലാസ്റ്റ് തിരിച്ചു വരുമ്പോൾ കയറാമെന്നുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് നമ്മൾ നേരെ സ്ട്രോബെറി തോട്ടത്തിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൻ്റെ അവിടെ നിർത്തി. അവിടെ നമുക്ക് സെയിലുമുണ്ട്, വാങ്ങാനുള്ള അവസരമുണ്ട്. അതുപോലെ നേരിട്ട് പോയി കാണാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇവിടെ വന്നപ്പോൾ. വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ സ്ട്രോബെറിയുടെ സീസൺ ആയി വരുന്നതുകൊണ്ട് തന്നെ അധികം സ്ട്രോബെറി നമുക്ക് കാണാൻ പറ്റും. ചെറുതായി ഒന്ന് രണ്ടെണ്ണം നമ്മുടെ ആയിട്ട് കാണാമെന്നല്ലാതെ ഒരുപാട് സ്ട്രോബെറി ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു.
അങ്ങനെ നമ്മൾ സ്ട്രോബെറിയിലെ കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് വീണ്ടും കയറി തേൻപാറയിലേക്കുള്ള യാത്രയാണ്. അങ്ങനെ നമ്മൾ തേൻപാറയുടെ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി. കൂടുതൽ ഞാൻ താഴത്തോട്ട് പോകുന്നത് അട്ടയുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കാനാണ്. മുകളിലേക്ക് ഇതേപോലെ തേൻ ആൾക്കാർ വന്ന് ശേഖരിക്കാതെ അവിടെ തേനീച്ച കുറേ കൊണ്ടുവന്ന് ശേഖരിച്ചാണ് അതിന് തേൻപാറ എന്നുള്ളൊരു പേര് തന്നെ വന്നത്. കണ്ട മുകളിൽ ഇങ്ങനെ കുറേ കണ്ട നമുക്ക് അത് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ അങ്ങനെ ഇപ്പോഴും ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ ആളുകൾ കണ്ടത് മുറിച്ചാണെങ്കിലും അതൊക്കെ എടുത്തുകൊണ്ട് പോകാറുണ്ടായിരുന്നു. പക്ഷെ അത് എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗത്താണ് അത് ഏതുകൊണ്ടാണ് അതങ്ങനെ ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയെ പറ്റി അഭിപ്രായം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.